ഹലോ. ഇന്ന് ആക്ച്വലി സാറ്റർഡേ എനിക്ക് എണീക്കാൻ നല്ല മടിയുണ്ടായിരുന്നു. ഓൾറെഡി എണീറ്റത് 11 മണിയായപ്പോഴാണ്. ആൻഡ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്ച്വലി ഇവിടെ ദിവാലി പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന വീട്ടിലത്തെ ഫാമിലി ആക്ച്വലി ആന്ധ്ര ബേസ്ഡാണ്. അപ്പം ദേ സെലിബ്രേറ്റ് ദിവാലി ഒരു അടിപൊളിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം ഓൾറെഡി അവർ നല്ല ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എൻ്റെ റൂം ഞാനങ്ങ് ക്ലീൻ ചെയ്തേക്കാമെന്ന് വെച്ചു. സോ എന്താ പറയുക, ഫേസ് വാഷൊക്കെ ചെയ്ത് ഒന്ന് കുറച്ച് നേരം റൂമിൽ പോയിരുന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ നേരെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടു. ആൻഡ് ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഗൈസ്. ക്രൊസാൻറ്റ്, ലൈക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രസാന്തും ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേയും കൂടിയായിരുന്നു. സോ നന്നായി ഓയിലൊക്കെ ചെയ്ത് ഞാൻ നേരെ കിച്ചണിലേക്ക് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടി പോയി. ഒരു സിമ്പിൾ എളുപ്പപ്പണിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ് ഇന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തത്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. സോ ലൈക്ക് കുറച്ച് പെട്ടെന്ന് കൈ കിട്ടിയ കുറച്ച് വെജിറ്റബിൾസ് ഒന്നും പറയുന്നില്ല, സ്പ്രിംഗ് ഒനിയനും ക്യാരറ്റും സവാളയും ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സോട്ട് ചെയ്യാൻ വെച്ചു. ആൻഡ് എടുത്തെടുത്ത കാര്യങ്ങൾ അപ്പോൾ എഴുതി വെക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവം? ആൻഡ് നമ്മൾ എന്താ പറയുക, ഗാർലിക്കും നമ്മൾ അനിയൻസും ആദ്യമായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് നമ്മുടെ ക്യാരറ്റും സ്പ്രിംഗ് ഒണിയനും ഇട്ടു. ദെൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ കുഞ്ഞു പീസസ് ആയിട്ടാണ് ഫ്രൈ ചെയ്ത്. ദെൻ ഈ സോട്ട് ചെയ്ത വെജിറ്റബിൾസും ചിക്കനും ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് സോസസും ആഡ് ചെയ്ത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച ബസ്മതി റൈസും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പരിപാടി ഫിനിഷ് ചെയ്തു. ആൻഡ് അതിനുശേഷം പോയി കുളിച്ചു. ദെൻ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഒന്ന് റൂമൊക്കെ സെറ്റാക്കി. ഇപ്പോൾ ഒരു റിഫ്രഷ്ഡ് ആയൊരു ഫീലുണ്ട്. ആൻഡ് അതിനുശേഷം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ മുടി ഉണങ്ങി കിട്ടാൻ ഭയങ്കര പണി. ആ നനഞ്ഞ മുടിയും കൊണ്ട് നിൽക്കുമ്പോൾ തണുപ്പ് കൂടും. ഡ്രയറൊക്കെ ഇട്ട് ഉണക്കി. ആൻഡ് ഇതാ രാത്രിയായപ്പോൾ നമ്മൾ റൂമൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്.